ഹായ് ഗായ്സ്, എല്ലാവർക്കും ജെൻസി ഫാമിൻ്റെ പുതിയ വീഡിയോക്ക് സ്വാഗതം കേട്ടോ. ഈ 2026 കവുങ്ങ് കൃഷി അതോ അടക്ക കൃഷി ലാഭമോ നഷ്ടമോ? ചില കാരണങ്ങൾ കൊണ്ട് നഷ്ടമായിരിക്കാം. അപ്പോൾ ആ നഷ്ടം അങ്ങനെ നികത്താനും അതുകൊണ്ടൊരു വേറൊരു വിദ്യയായിട്ട്, ഒരു മൾട്ടി ക്രോപ്പ് വിദ്യയായിട്ട് നമുക്കൊരു മൾട്ടിപ്പിൾ ഇൻകം ഉണ്ടാക്കാനും ഈ കവുങ്ങ് കൃഷി സാധിക്കും. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകണ മുമ്പ് ഞാൻ പരിചയപ്പെടുത്തി തരാം. എൻ്റെ പേര് മനു, ഞാൻ ജെൻസി കർഷകനാണ്. എനിക്ക് ഏകദേശം 21 വയസ്സുണ്ട്. ഞാൻ എൻ്റെ ജോലിയോടൊപ്പം ചെറിയ രീതിയിൽ കൃഷി ചെയ്യാറുണ്ട്. മൾട്ടിപ്പിൾ ക്രോപ്പാണ് ചെയ്യുന്നത്. പ്രധാനമായും അടക്ക, കുരുമുളക്, കാപ്പി, അതുപോലെ ബനാന, അങ്ങനെ ഒരുപാട് കൃഷികൾ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് അടിക്കണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് അടിക്കണം. നിങ്ങൾ തരുന്ന ഓരോ സബ്സ്ക്രൈബും ലൈക്കുമാണ് എൻ്റെ മുമ്പോട്ട് വന്ന ഊർജ്ജം. അപ്പോൾ നിങ്ങൾ നിർദ്ദേശം അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സ് അടിക്കേണ്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ വീടിൻ്റെ സ്ഥലം വെച്ചാൽ ചുറ്റും മൾട്ടി ക്രോപ്പിംഗ് ആട്ടോ. ഒരു അടക്കമറ ഞാൻ കാണിച്ചു തരാം. ഇത് ഏകദേശം 6 വർഷം പ്രായമൊക്കെ ഉണ്ടോ. കഴിഞ്ഞ പ്രാവശ്യം 3 കൊല ഉണ്ടായപ്പോൾ പ്രാവശ്യം 2 കൊല ഉണ്ടായത്. അപ്പോൾ അത്രയും നമുക്ക് നഷ്ടമാട്ടോ. ആ നഷ്ടമുള്ള പ്രധാന കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നല്ല രീതിയിൽ വെയിലുണ്ടായിരുന്നു, നല്ലൊരു ചൂടായിരുന്നു. അപ്പോൾ അതുണ്ടായ 4 കൊല ഉണ്ടായിരുന്നു. 3 എന്തായി കരിഞ്ഞു പോയി, നല്ല ചൂട് കാരണം. ലാസ്റ്റ് വന്ന കൊല കുറച്ച് മയോനോട് അടുപ്പിച്ചായിരുന്നു ഇട്ടത്. അപ്പോൾ ഞങ്ങൾക്ക് പിടിച്ച് കിട്ടി. അപ്പോൾ ബാക്കിയുള്ള 3 കൊല നമുക്ക് നഷ്ടപ്പെട്ടു. നമുക്ക് അത്രയും ലോസാണ് ആ കവുങ്ങ് കൃഷി നഷ്ടപ്പെട്ടത്. അപ്പോൾ അത് നികത്താൻ വേണ്ടി നമ്മളെന്താക്കി, കുരുമുളക് കൃഷി നമ്മൾ കയറ്റി. കുരുമുളക് കൃഷി ഞാൻ കാഴ്ച അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഇതുപോലെ ഇത് ഏകദേശം 1 വർഷമായിട്ടുള്ള കുരുമുളക് കേട്ടോ. നല്ല തന്നെ വെറൈറ്റി. ഇത് കരിമുണ്ടയാണ്, അതുപോലെ അവിടെയും കാണാൻ കഴിയും. ഇത് ഏകദേശം 1.5 മാസം പ്രായമായിട്ടുള്ള കുരുമുളക് കേട്ടോ. ഇത് കൊമ്പുക്കലാണ്. ഇത് ഏകദേശം 6 വർഷം പ്രായമായിട്ടുള്ള കവുങ്ങ് കേട്ടോ. ഇനിമേൽ ഒരു കൊലയേ ഉള്ളൂ, 3 കൊലൊക്കെ ഉണ്ടാകേണ്ടത് കേട്ടോ. ഏകദേശം മോസ്റ്റ് ഓഫ് ദ കവുങ്ങിൽ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, കുരുമുളക് കയറ്റി വിട്ടിട്ടുണ്ട്. കുരുമുളക് മാത്രമല്ല, നമുക്ക് എന്താക്കാം, മറ്റേ എന്തായിരുന്നു നമ്മളെ വെറ്റിലല്ലേ, അതും അതിന്മേൽ കൃഷി ചെയ്യാം കേട്ടോ. വെറ്റില വേഗം കയറി പോകും. അത് പിടിച്ച് കെട്ടിയാൽ അതിന്മേൽ നമുക്കൊരു ഇൻകം ഉണ്ടാക്കാം. പക്ഷേ കുരുമുളകാണ് ഏകദേശം ഗുഡ് ചോയ്സ്. ഒരു ഏകദേശം കവുങ്ങ് ഏകദേശം നല്ലതായിട്ട് കയറി പോവുകയും ചെയ്യും. പറിക്കാനൊക്കെ നമ്മൾ ആൾക്കാരുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഒരു സംശയമൊക്കെ എല്ലാവർക്കും, ഈ കവുങ്ങ് കയറ്റി വിട്ടാൽ അടുക്ക പറിക്കാൻ ബുദ്ധിമുട്ടാകുമോ? ഒരിക്കലും ഇല്ല. നമ്മൾ ആധുനിക ലോകത്താണ് ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ ഉണ്ട്. അതിൻ്റെ തോട്ടിയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം നല്ല ഹൈറ്റ് പോകുന്ന തോട്ടിയുണ്ട്. പിന്നെ നമ്മളെ കവുങ്ങ് കൃഷി പറിക്കുന്ന പ്രൊഫഷണൽസ് ആണ്, യുവാക്കളാണ്. അതുപോലെ അവരെ എന്തിനും റെഡി ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഞാൻ 2022 തൊട്ട് കവുങ്ങ് കൃഷി അവിടെ ചെയ്തിട്ടുണ്ട്. ചെറുപ്പത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഘട്ടത്തിൽ ഞാൻ ചെയ്ത കവുങ്ങ് കൃഷി ഞാൻ കാണിച്ചു തരാം. ഇത് 2023 മോഹിനഗർ എന്ന വെറൈറ്റി ഒരു ലൈനായിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ടോ, ഏകദേശം 10-22 എണ്ണം. അപ്പോൾ അതിനിടെ കുറേ സ്പേസസ് വന്നിട്ടുണ്ട്. നമുക്ക് വലുതായിട്ട് അതിന്മേൽ കുരുമുളക് കയറ്റിടണം. ഞാൻ കരിമുണ്ടാണ് അതിന്മേൽ കയറ്റിടാൻ വിചാരിക്കുന്നത്. അടുത്ത വർഷം ഉണ്ടാകുമ്പോൾ എന്തായാലും അതിന്മേൽ കരിമുണ്ട വെക്കും. അപ്പോൾ അതിനിടെ കുറച്ച് സ്പേസസ് ഇല്ലേ, അത് ഞാൻ എന്താ ചെയ്തത് ഞാൻ കാണിച്ചു തരാം. ഈ കവുങ്ങിനിടയിൽ നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡാർഫ് വെറൈറ്റി പെട്ട ഒരു കാപ്പി വെച്ചിട്ടോ, റോബസ്റ്റേനെ ഡാർഫ് വെറൈറ്റി പെട്ടെ. ഇത് കണ്ടില്ലേ, ഏകദേശം 3 ആഴ്ചയായിട്ട് വെച്ചിട്ടേ ഉള്ളൂ. പുതിയ തലയിലൊക്കെ വന്നിട്ടുണ്ട്. ഏകദേശം 2ാം വർഷം തൊട്ട് കായ് ഉണ്ടാവും. 3ാം വർഷം തൊട്ട് നമുക്കൊരു ഇൻകം ഇതിന് ജനറേറ്റ് ചെയ്യാൻ കഴിയും കേട്ടോ. കാപ്പി മാത്രമല്ല വെച്ചത്, കൈതച്ചക്കയും വെക്കാൻ വിചാരിക്കുന്നുണ്ട്. നമുക്കൊരു ഫ്രൂട്ട് പ്ലാന്റ് ആയിട്ട് സ്പേസ് വന്നപ്പോൾ അതിൽ വെക്കാൻ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് വളം വലിച്ചെടുക്കില്ലെന്ന്. അതില്ല, നമ്മൾ അതനുസരിച്ച് വളങ്ങൾ കൊടുക്കാറുണ്ട്. നമ്മൾ പൂർണ്ണമായി കൊടുക്കാതെ ഓർഗാനിക് ആയിട്ട് കൊടുക്കാറ് കേട്ടോ. പ്രധാനമായിട്ട് കോഴിക്കാഷ്ടം, പിന്നെ കാടക്കാട്ടം, പിന്നെ കുറച്ച് ചാണകം, പിന്നെ അല്ലാണ്ട് കുറച്ച് നമ്മൾ അയർ എന്നൊരു മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കാറുണ്ട്. കേരള കാർഷിക സർവകലാശാല നിർമ്മിച്ച ഒരു അയർ എന്നൊരു മൈക്രോ ന്യൂട്രിയൻസ്. അതിൽ 5 മൂലകളുണ്ട്. ഇപ്പോൾ ബോറോൺ, സിങ്ക്, കാൽഷ്യം, മാഗ്നീഷ്യം, സൾഫർ എന്നാണ് 5 മൂലകൾ അതിലുള്ളത്. അപ്പോൾ അത് കൊടുക്കണമെങ്കിൽ ഇതിന് ബെറ്റർ ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാകാനും പിന്നെ ഇത് പെട്ടെന്ന് വലുതായി പോകും. അപ്പോൾ നമുക്ക് കുരുമുളകും പറ്റും. കുരുമുളകും ഈ അയർ നല്ലതാട്ടോ. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിളായിട്ട് ഇൻകം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് വേറൊരു ടെക്നിക്ക് കാണിച്ചു തരാം. ഈ കാപ്പി കൃഷി ചെയ്ത് അതുപോലെ ഞാൻ 4 മാസം മുമ്പ് വായം വെച്ചിട്ടോ. ഇത് മഞ്ചേരിക്കൊള്ളാൻ വായ കേട്ടോ, അങ്ങോട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്തൊരു പ്രൊജക്റ്റാണ്, ആ പറഞ്ഞ സ്പേസിലൊക്കെ കുറ്റിക്കുരുമുളക് വെക്കണം. ബ്രസീലിയൻ തിപ്പല്ലില്ലേ, കൊളുബ്രിനം, അത് ഗ്രാഫ്റ്റ് ചെയ്ത് ഞാൻ തിപ്പല്ലി വെക്കണം. പിന്നെ അല്ലാണ്ട് കുറച്ച് കുറ്റിക്കുരുമുളകായിട്ട് വെക്കണമുണ്ട്. അപ്പോൾ സ്പേസൊക്കെ മാക്സിമം നികത്തി ഞാൻ കുറഞ്ഞ സ്ഥലത്ത് നിന്നാലും ഒരു മൾട്ടിപ്പിളായിട്ട് ഇൻകം ഉണ്ടാക്കാനും, നമ്മൾ ഇൻകം മാത്രമല്ല നമ്മുടെ മാനസികമായ ശാരീരികമായ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യാറ് കേട്ടോ. ഞാൻ ചെറുപ്പത്തിൽ അത് കണ്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഞാൻ വേറൊരു സെക്ഷൻ കാണിച്ചു കേട്ടോ. വേറെ സെക്ഷൻ വെച്ചാൽ ഇത് നല്ല നമ്മുടെ നാട്ടിലുള്ള ചീര കേട്ടോ. നല്ല പ്രോട്ടീനും വിറ്റാമിൻസൊക്കെ ഉള്ളത്. ഈ കവുങ്ങിൻ്റെയിലൊക്കെ നമ്മൾ ഒരുപാട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ പൈസക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടാണ്, നമ്മളെ ബെറ്റർ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യാറ് വെച്ചാൽ. ഇതിനുള്ളൊക്കെ സ്പേസിലൊക്കെ വെച്ചിട്ടുണ്ട്.
ഇവിടെ നമ്മൾ കുരുമുളക് നട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 മാസമായിട്ടുള്ളൂ വെച്ചിട്ട്. ഇപ്പോൾ എല്ലാവരും PVC അതുപോലെ തന്നെ കോൺക്രീറ്റ് ബോക്സിലൊക്കെ ആണ് കോൺക്രീറ്റ് പോസ്റ്റിലാണ് എല്ലാവരും കുരുമുളക് കൃഷി ചെയ്യുന്നത്. നമ്മൾ കവുങ്ങിലാണ് ചെയ്തത്. കവുങ്ങ് ചെയ്യുന്ന കഴിഞ്ഞിട്ട് ഒരുപാട് മെച്ചങ്ങളുണ്ട്. നമ്മൾ കുറഞ്ഞ പൈസക്ക് ചെയ്യാം. പിന്നെ നമുക്ക് കവുങ്ങ് അടുക്ക പറിക്കുമ്പോൾ ബുദ്ധിമുട്ടില്ല. അതിനനുസരിച്ചുള്ള പ്രൊഫഷനായിട്ടുള്ള അടുക്ക പറിക്കാറുണ്ട്. അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ക്രോപ്പാണ് ചെയ്യുന്നത്. കാപ്പി ആയിട്ടും കൊക്കോ ആയിട്ടും ജാതി ആയിട്ടും ഒരുപാട് കൃഷികൾ ചെയ്യുന്നുണ്ട്. അതുപോലെ വാഴ വെക്കാറുണ്ട്. അപ്പോൾ സ്പേസൊക്കെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വെക്കുന്നത്. നിങ്ങൾ ഞങ്ങൾക്ക് സ്പേസ് ഇല്ലാണ്ട് വെക്കണമെന്ന് വെച്ചാൽ അല്ല, നമ്മൾ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇത്ര തന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം നിർദ്ദേശം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക. അപ്പോൾ ഇത്ര തന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ ഗൈസ്. താങ്ക് യു സോ മച്ച്.